നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാടൻ മീൻകറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമുക്കൊരു മൺചട്ടി വേണം. അതിന് പറ്റിയ മണ്ണ് കൊണ്ടുള്ള ഒരു അടപ്പുണ്ട്. പിന്നെ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. പിന്നെ നമ്മൾ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കടുക് വേണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി അരിഞ്ഞത്, കറിവേപ്പില. പിന്നെ 1 കിലോ നമ്മുടെ സാധാരണ ചെറിയ നെമ്മീനാണ്. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് വെളിച്ചെണ്ണയാണ്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മീൻകറി വെക്കുന്നതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഈ അടുപ്പ് കത്തിക്കാം. കത്തിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമ്മൾക്ക് ആദ്യമായിട്ട് ഇതിനകത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കടുകാണ്. കടുക് ഒരുപാട് ഇടണ്ട. ഈ സ്പൂൺ കൊണ്ട് ഒരു 2 സ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം മാത്രമേ മറ്റ് സാധനങ്ങൾ ഇടാൻ പാടുള്ളൂ. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചുവന്നുള്ളി അതിനകത്തേക്ക് ഇടാം. അതിനുശേഷം വെളുത്തുള്ളി, ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഒന്നിടട്ടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇടാം. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇടാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോൾ ചെറിയൊരു സ്മെല്ല് വരും. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ലൊരു സ്മെല്ലാണ്. എല്ലാവരും വീട്ടിലിരിക്കുകയില്ലേ ഇതുപോലുള്ള ചെറിയ പാചകങ്ങൾ. നല്ല ഫ്ലേവർ വന്നു തുടങ്ങുമ്പോഴാണ് നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടേണ്ടത്.
ചുവന്നുള്ളി ഒരു ബ്രൗൺ കളർ ആവണ്ട, ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. എന്നാലേ അതിന് ടേസ്റ്റ് കൂടുതൽ വരികയുള്ളൂ. ഉള്ളിയൊക്കെ മൂത്ത് വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്ക് ഇച്ചിരി തീ ശകലം കുറച്ച് വെച്ചിട്ട് വേണം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇടാൻ. ഉള്ളിയൊക്കെ നല്ലവണ്ണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇവിടെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇപ്പോൾ വെള്ളം ഒഴിച്ചതല്ലേ, എപ്പോഴും നല്ലോണം കലങ്ങി ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരണം. ചെറുതായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഈ മീൻകറിക്കെല്ലാം ഏറ്റവും കൂടുതൽ സ്വാദ് പകരുന്ന നമ്മുടെ പിഴുപുളിയും അതിൻ്റെ വെള്ളവും കൂടെ. മീൻകറിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കുടംപുളിയാണ്. കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വെള്ളവും ഈ പുളി ഉൾപ്പെടെയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഇടാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ഒരു ഗ്ലാസ് നമുക്ക് ഇതിനകത്തോട്ട് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഉലുവയാണ്, നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതാണ്. കട്ട് ചെയ്ത് ഇച്ചിരി കൂടെ തിളയ്ക്കണം. തിള വരുന്നിടം വരെ നിൽക്കണം. ഇത് നല്ല സ്മെല്ല് വരും. തിളച്ച് ആ പുളിയെല്ലാം അതിനകത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ നെമ്മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇതിനകത്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ബാക്കി
ബാക്കിയുള്ള കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മീൻ വേവുന്നിടം വരെ ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് ഈ അടപ്പ് കൊണ്ട് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമ്മുടെ മീൻകറിക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. കണ്ട നല്ല തിളച്ച് നല്ല പരുവമായിട്ടുണ്ട്. ഇത് ഇങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സ്പൂണോ തവിയോ ഒന്നും ഉപയോഗിക്കും. നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി വെക്കുകയോ ചെയ്യുള്ളൂ, അല്ല മീൻ പൊടിഞ്ഞു പോവും. അങ്ങനെ നമ്മൾ നാടൻ സ്വാദിഷ്ടമായ മീൻകറി തയ്യാറാക്കിയിരിക്കുകയാണ്. നെമ്മീൻ കറിയാണ്. എല്ലാവരും ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. വീട്ടിൽ ഇരിക്കുന്ന സമയമാണ്, കഴിയുന്നതും എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ സിമ്പിളായി നാടൻ റെസിപ്പി ഉപയോഗിച്ചാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവർക്കും, വീട്ടിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.